നീ ഞാൻ അറിയാണ്ട് വീണ്ടും ഡ്രസ് ചെയ്ത് പൈസ നോക്കിയില്ലേ? മുഖ്യെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നാട്ടുകാർ പറ്റിച്ചുണ്ടാക്കുന്ന പൈസയല്ലേ? അങ്ങനെ ഇയാൾ ഒറ്റയ്ക്ക് കൊണ്ടുപോയി എങ്ങനെയാ ശരിയാവുന്നത്? പിന്നെ ഈ പ്രാവശ്യം ഞാൻ പൈസ വിഡ്രോ ചെയ്തത് എന്റെ മാത്രം ഡിസിഷൻ അല്ല. ഞാൻ ട്രസ്റ്റ് മെമ്പേഴ്സിനെ കൂടെ അനുവാദം മേടിച്ചിട്ടാണ് പൈസ നിന്റെ തന്തൻ തള്ള എന്ത് പറയുന്നത്? എന്റെ വീട്ടുകാരുണ്ടാക്കാൻ വരുന്നത് സമയം നോക്ക്. ഓ 6 മണി ലൈവ് തുടങ്ങാൻ പോവാ. സാധനം കൊണ്ടാ ഈ ഇടയായിട്ട് രണ്ടെണ്ണം അടിക്കാണ്ട് കയറി കഴിഞ്ഞാൽ സൗണ്ട് മോഡുലേഷൻ അങ്ങ് ശരിയാവുന്നില്ലെന്നേ. സമയം പൊക്കോ. നിങ്ങൾ ഓരോരുത്തരോടുമാണ് ചോദിക്കാനുള്ളത്. നിങ്ങളിൽ എത്ര പേര് ഒരു ദിവസത്തിൽ നിങ്ങളുടെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചൊരു ചിന്തിരി മുത്തം കൊടുക്കാറുണ്ട്? നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ ഭർത്താവിനെ പുച്ഛിക്കാറുണ്ട്? ചിന്തിക്കണം മക്കളെ, ചിന്തിക്കണം. ചേട്ടാ, ഇന്നത്തെ നമ്മുടെ ലൈവിൽ ഒരു പെൺകുട്ടി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അവളുടെ ഭർത്താവ് അവളോട് ഒട്ടും സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല, അവളെ എപ്പോഴും ഉപദ്രവിക്കുന്നു. അപ്പോ ചേട്ടയ്ക്ക് അങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്? പല കുടുംബങ്ങളിലും ഭാര്യമാർക്ക് കിട്ടുന്നത് അവര് പബ്ലിക്കായിട്ട് പറയുന്നു, പക്ഷെ ഭർത്താക്കന്മാർക്ക് കിട്ടുന്നതൊന്നും അവര് പബ്ലിക്കായിട്ടൊന്നും പറയുന്നില്ല. അല്ല, ശരിയല്ലേ? അതെ, വളരെ കറക്റ്റ് ആണ് ചേട്ടൻ പറഞ്ഞത്.